നമസ്കാരം. നമസ്കാരം. നമസ്കാരം സാർ. സാർ, ഈ ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ സർക്കാർ സുപ്രീം കോടതിയിലേക്ക് സത്യവാങ്മൂലം ഇനി നൽകാൻ സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ ഇപ്പോൾ ഈ കാണുന്ന ശബരിമല അയ്യപ്പന്മാരോടുള്ള സ്നേഹം ഉം, അത് ഒക്കെ ഒരു രാഷ്ട്രീയ കപട നാടകമല്ലേ? ഉം. അത് ഇതിനകത്ത് രാഷ്ട്രീയം എന്ന് പറയുന്നത്, ഇത് രാഷ്ട്രീയവും സാമ്പത്തികവും ഉണ്ട് ഈ കാര്യത്തിൽ എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ഇപ്പം നമ്മൾ ഒരു 5-6 മാസം മുമ്പ് യൂണിവേഴ്സിറ്റി സെനറ്റിലും യൂണിവേഴ്സിറ്റി ഓഫീസിലും SFIയുടെ സമരം ഓർക്കുന്നുണ്ടോ? ഗവർണർക്കെതിരായിട്ട്. തീർച്ചയായിട്ടും. എന്തായിരുന്നു കാരണം? ഭാരതാംബയുടെ ചിത്രം. ഭാരതാംബയുടെ ചിത്രം, അതിന് ദൈവിക രൂപം ഉണ്ടായിരുന്നു, ഇത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് എത്ര അഗ്രസീവായിട്ടുള്ള സമരമായിരുന്നു SFIയും പോഷക സംഘടനകളും നടത്തിയത് അല്ലേ? ഗോവിന്ദൻ അവിടെ പോയി അതിനെ ആശീർവദിക്കുകയും ചെയ്തു. കൈ മുട്ടി ചുരുട്ടി, ആകാശത്തേക്ക് മുട്ടി ചുരുട്ടി വലിയ വർഗസമരത്തിന് തയ്യാറെടുക്കുന്ന പോലെയുള്ള സമരമാണ് നടത്തിയത്. ഇനി ആ സമരം നടത്താനുള്ള ധാർമ്മിക അവകാശം CPM ഉണ്ടാകുമോ? കാരണം അയ്യപ്പനെ അംഗീകരിച്ച നാളെ സരസ്വതിയും ഭാരതാംബയുടെ രൂപത്തിലുള്ള ദൈവസ്ത്രീയെ അംഗീകരിക്കേണ്ടി വരും. അതിനെക്കുറിച്ചുള്ള ഇവരുടെ മറുപടി എന്തായിരിക്കും എന്നാണ് ആദ്യം അറിയേണ്ടത്. രണ്ടാമത്തെ കാര്യം, സുപ്രീം കോടതി വിധികൾ നടപ്പാക്കാനാണ് അന്ന് പറഞ്ഞ ഏറ്റവും വലിയ ന്യായം കോടതി വിധിയാണ്. പിണറായി വിജയന്റെ പല സ്റ്റേറ്റ്മെന്റുകളും പല തരത്തിൽ ക്രൗര്യത്തോടുള്ള സ്റ്റേറ്റ്മെന്റ്. സാർ, അത് കോടതി വിധി മാത്രമൊന്നല്ല. അദ്ദേഹം അന്ന് പറഞ്ഞത് കേവലം 2 വോട്ടിന് വേണ്ടി സുപ്രീം കോടതി വിധിയെ നമ്മൾ മാനിക്കാതിരിക്കേണ്ടതുണ്ടോ? കേവലം 2 വോട്ടിന് വേണ്ടി. ആ പറഞ്ഞ പിണറായി വിജയനാണ് ഇപ്പോൾ ഈ വീണ്ടും ഒരു മൂന്നാമതൊരു ഭരണം കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു ഒരു കറക്റ്റ് ഒരു കള്ള അടവ് നയമാണത്. അല്ല, പിണറായി വിജയനെ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് മറ്റാരേക്കാൾ കൂടുതലായിട്ട് നമ്മുടെ മുകുന്ദനും സച്ചിദാനന്ദനും KR മീരയൊക്കെ ചേർന്ന ബുദ്ധിജീവി വൃന്ദം, സുനിൽ പിള്ളയുടെ ഒക്കെ ചേർന്ന ബുദ്ധിജീവികൾ, അത് ബുദ്ധിജീവികൾ എന്ന് പറഞ്ഞതിനേക്കാൾ സ്തുതിപാഠകര്, ആസ്ഥാന വിദൂഷകര് എന്ന് വേണേൽ പറയാം. ഇവർ അവതരിപ്പിച്ചിരിക്കുന്നത് നിശ്ചയദാർഢ്യത്തിന്റെ കുലുങ്ങാത്ത കപ്പിത്താനായിട്ടാണ് ആരെ അവതരിപ്പിച്ചിരിക്കുന്നത്? പിണറായി വിജയനെ അവതരിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ചെറുതായി ഒന്ന് ഊതിയാൽ അപ്പുപ്പന്താടി പോലെ പറന്ന് കളിക്കുന്ന, കണ്ടന്റ് ഇല്ലാത്ത, ഉൾക്കരുത്തില്ലാത്ത ഒരു മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ നമുക്ക് കാണുന്നത്. എന്തെല്ലാമാണോ ചെയ്തത് അത് മുഴുവൻ ഇവര് കാണിക്കുന്നത് ഇവരുടെ അവസരവാദപരമായ നിലപാടിനേക്കാൾ കൂടുതൽ ഇവരുടെ ദൗർബല്യം കൂടിയാണ് കാണിക്കുന്നത്. ഇനി ഇപ്പം ലാസ്റ്റ് യാർലേക്കർ ഗവർണറുമായിട്ടുള്ള പ്രശ്നം തന്നെ എടുക്കാം. ആർലേക്കറുമായിട്ട് കഴിഞ്ഞ ദിവസം ഒത്തുതീർപ്പുണ്ടാക്കി സിൻഡിക്കേറ്റ് യോഗത്തിൽ വന്നു. നാളെ ഓണാഘോഷത്തിന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ സമ്മതിച്ചു. പക്ഷെ നമ്മളൊരു ഇവര് ഭയങ്കരമായിട്ട് ധീരനായിട്ട് പോരാളിയായിട്ട് അവതരിപ്പിച്ച വേറൊരു പാർട്ടി ഉണ്ടായിരുന്നുണ്ട്, രജിസ്ട്രാർ കൃഷ്ണകുമാറോ എന്താന്നിട്ട് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ ഇപ്പൊ നില തന്നെ അറിയാമോ? അദ്ദേഹം രജിസ്ട്രാർ ആയിട്ടുണ്ടോ അതോ സസ്പെൻഡ് ചെയ്ത് നിലനിൽക്കുന്നുണ്ടോ ഇല്ലയോ? അത് പറഞ്ഞിട്ടില്ല ഇവര്. ജനങ്ങളിൽ നിന്ന് എന്തെല്ലാം മറച്ചു വെക്കാമോ ആ കാര്യങ്ങളെ മുഴുവൻ മറച്ചു വെക്കുകയും തങ്ങൾ നടത്തുന്ന നിഗൂഢമായ നീക്കങ്ങൾക്ക് വേണ്ടി ഒരു പോരാളി വൃന്ദത്തെ രംഗത്തിറക്കുകയുമാണ് പിണറായി വിജയനും കൂട്ടരും ചെയ്യുന്നത്. ശബരിമലയുടെ കാര്യത്തില് ശബരിമലയ്ക്ക് മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് ഒത്തിരി പ്രത്യേകതകളുണ്ട്. കാരണം ഈ സുഖസൗകര്യങ്ങൾ ചെയ്തു കൊടുത്താലേ തീർത്ഥാടകർ വരൂ അല്ലെങ്കിൽ ടൂറിസ്റ്റുകൾ വരൂ എന്നൊരു പ്രചരണം മറുവശത്തുണ്ട്. പഞ്ചനക്ഷത്ര ഹോട്ടലുകളും പഞ്ചനക്ഷത്ര DJ പാർട്ടികളും മറ്റ് അനുബന്ധ കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ പറ്റൂ. തീർത്ഥാടന ടൂറിസം എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അവിടെയും സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന ടൂറിസത്തെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ ശബരിമലയില് ഒരു സൗകര്യവും ഇല്ലാതിരുന്ന കാലത്ത് പോലും അവർക്ക് ശബരിമലയ്ക്ക് സാധാരണഗതിയിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ ഭക്തന്മാർ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ശബരിമല. ഇത് നമ്മൾ പഠിക്കേണ്ട പാഠമാണ്. അംബാനി വന്നാലും അദാനി വന്നാലും കറുത്ത മുണ്ട് കൊടുത്ത്, അല്ലെ റിലയൻസിന്റെ മുതലാളി മറ്റു മുതലാളി ഓബറോയി വരുമ്പോഴും കറുത്ത മുണ്ട് കൊടുത്ത് ഇരുമുടിക്കെട്ടുമായിട്ട് കയറ്റം കയറുന്ന ഒരു സ്ഥലമാണ്, മല കയറുന്ന സ്ഥലമാണ് ശബരിമല. ആ ലാളിത്യത്തെ അംഗീകരിക്കാൻ പറ്റാതിരുന്നവർ അതിനെ എങ്ങനെയെങ്കിലും തകർക്കാനുള്ള ശ്രമം നടത്തി. ബിന്ദു അമ്മണി ഇത്തവണ വിളിക്കോ? ബിന്ദു അമ്മണിയെ ആരെങ്കിലും ഇവർ കുരുതി കൊടുക്കുന്നത്? ഇവരുടെ വാക്കിൽ വിശ്വസിച്ച് പിണറായി വിജയന്റെ വാക്കിൽ മാത്രമല്ല സാർ, രഹ്ന ഫാത്തിമയൊക്കെ അവർ വിളിച്ചിരുന്നു. അപ്പൊ രഹ്ന ഫാത്തിമ ആരാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. എല്ലാവർക്കും എന്ന് പറഞ്ഞില്ല, യുവതി കയറിയല്ലോ എത്ര അഹങ്കാരത്തോടെ ആ മുഖ്യമന്ത്രി പറയുന്നത്. അല്ല സാർ, നമ്മുടെ ബലമായ ഒരു സംശയം, CPM എന്ന് പറയുന്ന പാർട്ടി കാലാകാലങ്ങളിൽ ഇങ്ങനെ എടുക്കുന്ന ഓരോ അടവ് നയങ്ങൾ അവർക്ക് പിഴയ്ക്കുന്നതാണെന്ന് അവർ പിന്നെയാണോ മനസ്സിലാക്കുന്നത്?
ഇത് നയങ്ങളല്ല സാറേ. നയങ്ങളാണെങ്കിൽ അതിന് ഒരു അടിസ്ഥാനം വേണം. ഒരു നയം രൂപീകരിക്കുമ്പോൾ അതിനൊരു യൂണിഫോമിറ്റി വേണം, ഒരു അടിസ്ഥാനം വേണം. ഇപ്പൊ ഒരു നയം ശബരിമലയ്ക്ക് മാത്രമായിട്ടൊരു നയം എടുക്കാൻ പറ്റില്ല, അല്ല ഹിന്ദുക്കൾക്ക് മാത്രമായിട്ടൊരു നയം എടുക്കാൻ പറ്റില്ല. ഈ നയങ്ങളൊക്കെ സാർ അന്ന് ഇത്തരത്തിലൊരു തീരുമാനം എടുത്തിട്ട് കോടിയേരി ബാലകൃഷ്ണനെ വീട് തോറും പറഞ്ഞയച്ച് ക്ഷമാപണം നടത്തി 2019 ലോകസഭയിൽ ഉള്ള തോൽവിയെല്ലാം ഏറ്റുവാങ്ങി. ശേഷം നിയമസഭ കഴിഞ്ഞു. ഇനി അടുത്ത ഒരു നിയമസഭ, അതായത് സാർ ഇതിനകത്ത് ഒറ്റ രാഷ്ട്രീയമേ ഉള്ളൂ. ഭൂരിപക്ഷ സമുദായത്തിൽ SNDPയും NSSും CPM നിന്ന് അകന്നു എന്നുള്ളത് കൊണ്ട് അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു തന്ത്രം മാത്രമല്ലേ അയ്യപ്പനോട് അല്ലെങ്കിൽ വിശ്വാസത്തോട് ഒക്കെ ഇപ്പൊ കാണിക്കുന്ന ഈ സമീപനം? ഈ സമീപനത്തിന്റെ അൾട്ടിമേറ്റ് ബെനിഫിഷ്യറി എന്ന് പറയുന്നത് CPM ആയിരിക്കില്ല ചിലപ്പോൾ. ഇതെല്ലാം കൂടെ തടുത്തുകൂട്ടി BJPയുടെ പാളയത്തിൽ എത്തിക്കുക എന്നുള്ള പിണറായി വിജയന്റെ ദുഷ്ടലാക്കുണ്ട്. അത് പുറമേ പറയുന്നില്ല. പാവം പിടിച്ച സഖാക്കളെ മുദ്രാവാക്യം വിളിക്കാൻ മാത്രമേ അറിയാവുള്ളൂ. ഇവര് മുദ്രാവാക്യം വിളിക്കും, ഇരട്ടച്ചങ്കെന്നൊക്കെ പറയും. പക്ഷെ പിണറായി വിജയന്റെ ഇപ്പൊ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും BJPക്ക് ഒരു ക്രെഡിബിലിറ്റി കേരളത്തിൽ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ആ ലാക്ക് തന്നെയാണ്. കാരണം ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഈ നമ്മുടെ ബീഹാറിലെ വോട്ട് ചോറി യാത്ര ഉണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ. എല്ലാ പാർട്ടിയുടെയും, ഇതിന്റെ തൃണമൂൽ കോൺഗ്രസ് തൊട്ട് ആം ആദ്മിയുടെ വരെ പ്രതിനിധികളായ യാദവ് പങ്കെടുത്തു. CPMന്റെ പ്രതിനിധിയായിട്ട് MA ബേബി പങ്കെടുത്തു. പങ്കെടുക്കാത്ത ഏക മുഖ്യമന്ത്രി, പ്രതിപക്ഷ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്. പിണറായി വിജയൻ പങ്കെടുക്കാത്തതിന്റെ കാരണം മോഡിയെ കാണുമ്പോൾ മുട്ടുപറയ്ക്കും, മോഡിയിൽ നിന്ന് ആനുകൂല്യങ്ങൾ ഇനിയും കിട്ടാനുണ്ട്, കൺസെഷൻസ് കിട്ടാനുണ്ട്. ആ ധാരണ കൊണ്ട് മാത്രമാണ് പിണറായി വിജയൻ അതിൽ പങ്കെടുക്കാത്തത്. അപ്പൊ മോഡിയെ തൃപ്തിപ്പെടുത്തണമെങ്കിൽ ഇവിടുത്തെ സമുദായ സംഘടനകളെ പിണക്കിയാൽ ശബരിമലയുടെ കാര്യത്തിൽ ഞാനും നിങ്ങളോടൊപ്പമാണ് എന്ന് പറയാൻ പിണറായി വിജയൻ ആഗ്രഹിക്കുന്നു. അത് ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നു. പിന്നെ രണ്ടാമത്, വാർദ്ധക്യ കാലത്ത് പലരും ഇത് പേടിയുണ്ട്, ജ്യോത്സ്യൻ പറഞ്ഞു, അപകടം, തുടർച്ചയായ അപകടങ്ങൾ, അപമാനങ്ങൾ ഇങ്ങനെ വന്നപ്പോൾ ഏതെങ്കിലും കാരണവശാൽ ഏതെങ്കിലും ജ്യോത്സ്യനെ ഭാര്യ വഴിക്കോ മറ്റ് ബന്ധുക്കൾ വഴിയോ കൺസൾട്ട് ചെയ്തിട്ടുണ്ടാവാം. അതിന്റെ ഫലം അവരുടെ ഉപദേശപ്രകാരമായിരിക്കാം കാര്യങ്ങൾ നടത്തുക. ഒരു കാര്യമില്ലാതെ കറുത്ത വസ്ത്രക്കാരെ മുഴുവൻ എവിടെ കണ്ടാൽ അടിക്കുന്ന ഒരു പരിപാടി ഇല്ലായിരുന്നു, ഓർക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. പിണറായി വിജയന്റെ കേരള യാത്രയൊക്കെ കറുത്ത വസ്ത്രം ധരിച്ച് ആര് വഴി നിന്നാലും, ചൂരുവാറിട്ട് പെണ്ണുങ്ങൾ നിന്നാൽ പോലും, കറുത്ത തട്ടമിട്ട പെണ്ണുങ്ങൾ പോയാൽ പോലും അവരെ ഓടിച്ചു വിടുമായിരുന്നു. പിണറായി വിജയന്റെ ദൃഷ്ടിയിൽ പെടാൻ സമ്മതിക്കില്ലായിരുന്നു. എന്റെ കാര്യം സാർ, അപ്പൊ സാറ് പറയുന്നത് BJPക്ക് വേണ്ടി പിണറായി വിജയൻ അയ്യപ്പനെ BJPക്ക് വേണ്ടിയാണോ സ്നേഹിക്കുന്നത് ഇപ്പൊ? ഇപ്പൊ പിണറായി വിജയന്റെ ജീവന് വേണ്ടി ജോത്സ്യൻ പറഞ്ഞതനുസരിച്ച് ജീവഭയമുള്ള പിണറായി വിജയനെ കാണുന്നത്. അല്ല, CPM അങ്ങനെയാണോ? CPM ഇപ്പൊ അങ്ങനെയാണോ സ്നേഹിക്കുന്നത്? അല്ല, CPM അങ്ങനെയല്ല. പിണറായി വിജയൻ എന്തിനാ സ്നേഹിക്കുന്നു? അതിനെ CPM സ്നേഹിക്കും. പിണറായി വിജയൻ എന്തിനാണോ ആരാധിക്കുന്നത്, പിണറായി വിജയൻ എന്തിനാണോ സ്നേഹിക്കുന്നത്, അതിനെ സ്നേഹിക്കാൻ തയ്യാറാണ് ഈ ബുദ്ധിജീവി ഒക്കെ, അല്ലെങ്കിൽ സ്തുതിപാഠകർ മുഴുവൻ ഒറ്റക്കെട്ടായിട്ട് ചെല്ലും. അതാണ് അങ്ങനെ ഓർക്കണം. അപ്പൊ നമുക്ക് ഇതിൽ ഒരു സംശയം മാത്രം, നമുക്ക് ഇതും കൂടെ ചോദിച്ചുകൊണ്ട് നമുക്ക് സംസാരം അവസാനിപ്പിക്കാം. അതായത് സാർ, ഇപ്പോ ഈ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോ ഗോവിന്ദൻ പറഞ്ഞത് പഴയ കാര്യമല്ലേ, അതേക്കുറിച്ച് ഇനി സംസാരിക്കണോ എന്ന് വളരെ നിസ്സാരപ്പെടുത്തിയാണ് ഗോവിന്ദൻ അത് പറഞ്ഞത്. സാർ, ഇന്നിപ്പോ ഈ പറയുന്ന ഇവര് വോട്ടൊക്കെ കിട്ടി ജയിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും ഇവര് നയം മാറ്റൂല എന്നും, ഈ ഗോവിന്ദനോ അല്ലെങ്കിൽ ഈ പിണറായിയോ അതൊക്കെ പഴയ കാര്യമല്ലേ, ഞങ്ങളെ നയം മാറ്റി കണ്ടു. ആര് കണ്ടു? അല്ല, ഈ പഴയ കാര്യത്തിനൊരു കാലഗണന വേണ്ട. 1 മണിക്കൂർ മുമ്പ് നടന്ന സംഭവമാണ് പഴയത്, ഒരാഴ്ച മുമ്പ് നടന്ന സംഭവമാണ്, ഒരു മാസം മുമ്പ്. അല്ല, ഇപ്പൊ പഴയതെന്ന് ഇവര് പറയണമെങ്കിൽ പഴയതെന്ന് പറയുന്നതിന് ഒരു പീരീഡ് വേണ്ട. എത്ര വർഷം മുമ്പുള്ളത്, അല്ലെ എത്ര നൂറ്റാണ്ട് മുമ്പുള്ളത് പഴയതെന്ന് പറയണം ഇവര്. എന്നത്തെയാണ് പഴയതെന്ന് പറയുന്നത്? ഇതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പോലെ നമ്മുടെ മനസ്സിലുണ്ട്. ശബരിമലയുടെ അടിക്കടി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഇവരുടെ വാദങ്ങൾ, ഇവരുടെ ഓരോ വാദമുഖങ്ങൾ ഇവര് മാറ്റിക്കൊണ്ടിരിക്കുന്നവരാ. അപ്പൊ അയ്യപ്പനെ ഇപ്പൊ സാർ ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ BJP, വിശ്വ ഹിന്ദു പരിഷത്ത് അവിടെ അവരും പമ്പയിൽ എന്തോ അവരെന്തോ സമ്മേളനമൊക്കെ വെക്കാൻ പോവാ. അല്ല, അത് ഒരു അല്ലല്ല, ഇവിടെ ഒരു സംഘർഷം ഉണ്ടാക്കി BJP വേഴ്സസ് മാർക്സിസ്റ്റ് പാർട്ടി എന്ന് വരുത്തണം. അതായത് BJP വിരുദ്ധ വോട്ടുകളെല്ലാം CPMനും, CPM വിരുദ്ധ വോട്ടുകളെല്ലാം BJPക്കും കിട്ടുന്നൊരവസ്ഥ ഉണ്ടാക്കാൻ അവർ നോക്കും. സാർ, അപ്പൊ സുപ്രീം കോടതി വിധിക്കെതിരെ ഇവർ മറത്തൊരു അപ്പീൽ പോകുമെന്ന് നമുക്ക് പാവം കേരളത്തിലെ അയ്യപ്പ ഭക്തർ ധരിക്കേണ്ടതുണ്ടോ? ജനം അയ്യോ, അങ്ങനെ അത് വിശ്വസിക്കുക, അതിന് കുഴപ്പമില്ലെന്നേ. പിണറായി വിജയൻ ചെയ്യുന്നത് ശരിയാണ് എന്ന് മാത്രം. പിണറായി വിജയൻ എന്ത് ചെയ്താലും അത് ശരി എന്ന് വിശ്വസിക്കുന്ന, നിങ്ങളോടെല്ലാം സൈനൈഡ് അല്ല പരാമർ കുടിച്ചോ എലിവേഷൻ കഴിച്ചോളാൻ പറഞ്ഞാൽ പിണറായി വിജയൻ സർക്കാർ എന്ന് പറഞ്ഞ എലിവേഷൻ കൊടുത്താൽ സന്തോഷത്തോടെ ഇംഗ്ലാവ് സിന്താവ് വെച്ച് കഴിക്കാൻ തയ്യാറുള്ള ഒരു പറ്റ അടിമ അണികളുണ്ട്. ആ അടിമ അണികളാണ് പിണറായി വിജയന്റെ ബലം.
ആ അടിമകാണികളെ വിശ്വസിപ്പിക്കുന്ന ഇവിടുത്തെ ബുദ്ധിജീവി എന്ന് പറഞ്ഞ പിന്നെ പറയുന്ന സ്തുതിപാഠകരുടെ വർഗം, കോളേജ് അധ്യാപകര്, NGO-മാര്, അവരുടെ സംഘടനയിൽപ്പെട്ടവര്, ഇവരെല്ലാം ചേർന്ന അടിമ വർഗമാണ് പിണറായി വിജയനെ താങ്ങി നിർത്തുന്നത്. ആ ഇന്നലെ പറഞ്ഞ പോലെ ബെനിഫിഷ്യറി മഫിയുണ്ട്. പിണറായി വിജയന്റെ ഗവൺമെന്റിൽ നിന്ന് ഔദാര്യങ്ങൾ കൈപ്പറ്റുന്ന ഉയർന്ന തലത്തിലുള്ള ബെനിഫിഷ്യറി മഫിയുണ്ട്. ആ ബെനിഫിഷ്യറി മഫിയയുടെ താല്പര്യം കൂടെ ഇതിനകത്തുണ്ട്. ശബരിമല ഈ സംസാരം അവസാനിപ്പിക്കുമ്പോൾ CPM കാലാകാലങ്ങളിൽ ഇതേപോലെ എടുത്തിട്ടുള്ള നയങ്ങളൊക്കെ തന്നെ തെറ്റാണ് എന്നും ഈ മുഖ്യമന്ത്രിയുടെ ഭരണകാലത്താണ് ഈ വിഷയം ഉണ്ടായത്. അപ്പൊ ഈ മുഖ്യമന്ത്രിക്ക് എത്ര ആത്മാർത്ഥതയുള്ള വാക്കുകളുണ്ട് എന്നുകൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് സംസാരം അവസാനിപ്പിക്കാം സാർ. ആത്മാർത്ഥത എന്ന് പറയുന്നത് ആ മനുഷ്യന്റെ അടുത്തൂടെ പോയിട്ടുണ്ടോ? കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് ആ മനുഷ്യന്റെ അടുത്തൂടെ പോയിട്ടുണ്ടോ? എത്ര ചങ്ങല പിടിച്ചു, നവോത്ഥാന ചങ്ങല, വെള്ളാപ്പള്ളി പുന്നളസിമാരൊക്കെ കൈകോർത്ത് പിടിച്ച നവോത്ഥാന ചങ്ങല, അവരെ മുഴുവൻ ഒറ്റയടിക്ക് പിന്നിൽ നിന്ന് കുത്തുവല്ലേ എങ്ങനെയായിരിക്കുന്നത്? നേരത്തെ നവോത്ഥാന ചങ്ങല എന്ന് പറഞ്ഞാൽ ശബരിമല നേരത്തെ BJP നടത്തിയ ശബരിമല സംരക്ഷണ അതിന് നേരെ എതിർവശത്ത് നിൽക്കാൻ വേണ്ടിയാണ് പുരോഗമനവാദികളായ നവോത്ഥാന നായകരെ മുന്നിൽ നിർത്തി അവരുടെ പേര് ഉപയോഗിച്ചുകൊണ്ട് നവോത്ഥാനം അതിലിവിടെ കെട്ടിയവരവര്. ഒരു സ്വല്പമെങ്കിലും ഉളുപ്പുള്ള വാക്കൊന്നും അതിന് ചെയ്യില്ല. സ്വല്പമെങ്കിലും ഇവർക്ക് മനസാക്ഷി ഉണ്ടെങ്കിൽ, പിണറായി വിജയൻ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു കമ്മ്യൂണിസത്തിന്റെ അംശം, കമ്മ്യൂണിസ്റ്റ് എന്ന് പറയാൻ തന്റെ ഇടത്തോടെ നെഞ്ചത്തടിച്ച് പറയാൻ താല്പര്യമുള്ള ഏതെങ്കിലും DYFIക്കാരനോ SFIക്കാർ നിർത്തണ എന്ന് പിണറായി വിജയനോട് പറയാനുള്ള തന്റെ ഇടം കാണിച്ചില്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരിക്കില്ല ഇവിടെ ഉണ്ടാകുന്നത്. നാളെ AK ഗോപാലസേനയുടെ യൂണിഫോമിന്റെ നിറം കാക്കിയായാൽ, കാക്കിയും വെള്ള ട്രൗസറും ആയി കഴിഞ്ഞാൽ, വെള്ള ഷർട്ട് കാക്കി ട്രൗസറും ആയാൽ അത്ഭുതപ്പെടേണ്ട. പിണറായി വിജയൻ ശ്രമിക്കുന്നത് അതിന് തന്നെ. നന്ദി.